ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റുകളിലാണ് CPIM മത്സരിക്കുന്നത്. LDF 20 സീറ്റ്, 20-ൽ 4 CPI, 1 കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, ശേഷിക്കുന്ന 15 സീറ്റുകളിൽ CPIM മത്സരിക്കും. അതിൽ ഒരു സീറ്റ് മാത്രമാണ് ഇപ്പോൾ CPIMന്റെ കയ്യിലുള്ളത്, ആലപ്പുഴ സീറ്റ്. ആ സിറ്റിംഗ് സീറ്റിൽ CPIMന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക സിറ്റിംഗ് MP ആയ AM ആരിഫ് തന്നെയാണ് എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പാർട്ടി അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. AM ആരിഫ് മണ്ഡലത്തിൽ പര്യടനം അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറയാം. അദ്ദേഹം മണ്ഡലത്തിൽ ഇപ്പോൾ സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. മറ്റ് 14 സീറ്റുകൾ, അതിൽ ആരൊക്കെ മത്സരിക്കും എന്ന് സംബന്ധിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് മത്സരിക്കണം എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ച പേരുകൾ ഏതാണ്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: കാസർഗോഡ് MV ബാലകൃഷ്ണനാണ് മത്സരിക്കുക എന്നാണ് പുറത്തു വന്ന വിവരം. അങ്ങനെയാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നത്. കാസർഗോഡിന്റെ കാര്യത്തിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മാത്രം തീരുമാനമെടുത്താൽ പോരാ, കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും തീരുമാനമെടുക്കേണ്ടതുണ്ട്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും തീരുമാനമെടുക്കണം എന്ന് പറയാനുള്ള കാരണം, പ്രധാനപ്പെട്ട 2 നിയമസഭാ മണ്ഡലങ്ങൾ, കാസർഗോഡ് മണ്ഡലത്തിലെ 2 നിയമസഭാ മണ്ഡലങ്ങൾ കണ്ണൂർ ജില്ലയിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റിക്കും ഒരു തീരുമാനമെടുക്കാൻ അവകാശമുണ്ട് കാസർഗോഡ് സീറ്റിനെ കുറിച്ച്. നേരത്തെ തുടർന്നു വരുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. ആ കീഴ്വഴക്കം എന്നത് ഒരു തവണ അല്ലെങ്കിൽ ഒരു ടേം, 2 ടേമാണ് ഒരാൾക്ക് മത്സരിക്കാൻ കഴിയുക. ഈ ടേമിൽ കാസർഗോഡ് നിന്നുള്ള സ്ഥാനാർത്ഥിയാണെങ്കിൽ അടുത്ത തവണ കണ്ണൂരിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായിരിക്കും എന്നൊരു പൊതുവായ തീരുമാനം പൊതുവെ കാസർഗോഡ് സീറ്റുമായി ബന്ധപ്പെട്ട് CPIMനകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ അവിടെ മത്സരിക്കുക കണ്ണൂരിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കും എന്നതാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ TV രാജേഷ് ആയിരിക്കും. MV ബാലകൃഷ്ണൻ മത്സരിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടുവെങ്കിലും അത് അതുപോലെ അംഗീകരിക്കാൻ സാധ്യതയില്ല. അവിടെ ഒരു യുവ മുഖം വേണം എന്ന അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ VPP മുസ്തഫ മത്സരിക്കണം എന്ന അഭിപ്രായം ഉയർന്നു വരുന്നു. ഇപ്പോഴും MV ബാലകൃഷ്ണനാണ് അവിടുത്തെ സ്ഥാനാർത്ഥി, കാസർഗോഡ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന് സ്ഥിരീകരിക്കാറായിട്ടില്ല. അതിൽ അന്തിമ തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. അവിടെ ഇപ്പോഴും VPP മുസ്തഫയും അതേപോലെ തന്നെ TV രാജേഷും സാധ്യതാ പട്ടികയിലുണ്ട്. അന്തിമമായിട്ടില്ല. MV ബാലകൃഷ്ണനെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചു എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതേപോലെ തന്നെയാണ് കണ്ണൂരിൽ MV ജയരാജൻ മത്സരിക്കണമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ വലിയ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല എങ്കിലും അതിലും ഒരു അന്തിമ തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല. കാരണം കണ്ണൂരിൽ KK ശൈലജ തന്നെ മത്സരിക്കട്ടെ എന്ന രീതിയിൽ വരികയും വടകര സീറ്റിൽ A പ്രദീപ്കുമാറിന്റെ പേര് അങ്ങനെ തള്ളിക്കളയാൻ ആയിട്ടുമില്ല. സംസ്ഥാന നേതൃത്വമാണ് അത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോൾ MV ജയരാജന്റെ പേരാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചത് എങ്കിലും അത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കേണ്ടതുണ്ട്. കാരണം A പ്രദീപ്കുമാർ മത്സരിക്കണം എന്നാണ്, വടകരയിൽ മത്സരിക്കണം എന്നാണ് പൊതുവെ ഉയർന്നു വന്നിരിക്കുന്ന, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നിരിക്കുന്ന അഭിപ്രായം. അത് ഏകപക്ഷീയമായി തള്ളിക്കളയാൻ കഴിയില്ല. കണ്ണൂർ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് കണ്ണൂരിൽ MV ജയരാജൻ മത്സരിക്കട്ടെ എന്നാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും KK ശൈലജ ടീച്ചർ കണ്ണൂരേക്ക് മാറുകയും A പ്രദീപ്കുമാർ വീണ്ടും വടകരയിൽ സാധ്യതാ ലിസ്റ്റിലേക്ക് വരുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം KK ശൈലജ ടീച്ചറിനേക്കാൾ വടകരയിൽ മത്സരിക്കാൻ സാധ്യത കൂടുതൽ, ജയിക്കാൻ സാധ്യത കൂടുതൽ A പ്രദീപ്കുമാറിനാണ് എന്നാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അവിടെ ഇതുവരെയും ഒരു ഫൈനൽ അവസാന തീരുമാനമായി എന്ന് പറയാൻ കഴിയില്ല. അവസാന തീരുമാനമായി എന്ന് പറയാൻ കഴിയുന്ന ഒരു മണ്ഡലം കോഴിക്കോട് മണ്ഡലമാണ്. അവിടെ എളമരം കരീം തന്നെയാണ് LDF സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അത് അങ്ങനെ തന്നെയായിരിക്കും. അതേപോലെ തന്നെ പാലക്കാട് A വിജയരാഘവനാണ് മത്സരിക്കുന്നത്. A വിജയരാഘവൻ തന്നെയായിരിക്കും പാലക്കാട് മത്സരിക്കുക. അതിലും വലിയ മാറ്റമുണ്ടാകാൻ സാധ്യത വളരെ വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ ആലത്തൂർ മണ്ഡലത്തിൽ K രാധാകൃഷ്ണന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ K രാധാകൃഷ്ണൻ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്നിരുന്നാലും പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും സ്ഥിരീകരിക്കാൻ അവസാന വാക്ക് ആയോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. AK ബാലൻ മത്സരിക്കണം എന്ന പൊതു നിലപാട് പാർട്ടിക്കുണ്ട്. AK ബാലൻ മത്സരിക്കാൻ തയ്യാറല്ല എന്നതുകൊണ്ടാണ് അവിടെ അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് മത്സരിക്കാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാൽ അവിടെ K രാധാകൃഷ്ണൻ തന്നെ മത്സരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യം പോകും. അതിനപ്പുറത്തേക്ക് AK ബാലൻ K രാധാകൃഷ്ണൻ എന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് മറ്റൊരു പേര് അവിടെ പരിഗണിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതിനുശേഷം വരുന്നത് ആലപ്പുഴ, നേരത്തെ പറഞ്ഞതുപോലെ AM ആരിഫാണ് മത്സരിക്കുന്നത്. അതേപോലെ തന്നെ പത്തനംതിട്ടയിൽ തോമസ് ഐസക് തന്നെയായിരിക്കും മത്സരിക്കുക എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട. അവിടെ തോമസ് ഐസക് ഇതിനകം തന്നെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കൊല്ലത്ത് M മുകേഷിന്റെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. മാധ്യമങ്ങളിൽ M മുകേഷിന്റെ പേര് വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നാൽ M മുകേഷ് അവിടെ മത്സരിക്കുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം അവിടെ ജയിക്കുകയാണെങ്കിൽ
കൊല്ലം സീറ്റ് നിയമസഭാ സീറ്റിൽ മത്സരം വരും. അത് LDFന് അനുകൂലമാകുമോ എന്ന സംശയമൊക്കെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ തന്നെ മുകേഷ് ചെറിയ ഭൂരിപക്ഷത്തിനാണ് LDFന് അനുകൂലമായ ഒരു തരംഗമുണ്ടായ ഘട്ടത്തിൽ പോലും ചെറിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു വന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ബൈ ഇലക്ഷൻ നടന്നാൽ എന്ത് സംഭവിക്കും എന്ന സംശയം പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊല്ലം സീറ്റിൽ CS സുജാതയെ പരീക്ഷിക്കാൻ നേരത്തെ പാർട്ടി ഒരു പൊതു തീരുമാനത്തിൽ എത്തുകയും ചെയ്തത്. അതിപ്പോഴും പരിഗണനയിലുണ്ട്. കൊല്ലത്ത് മുകേഷ് മത്സരിക്കണമെന്ന് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമാണ്. പക്ഷേ അത് ഇതുവരെയും പാർട്ടി നേതൃത്വം, സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ സ്ത്രീ പ്രാതിനിധ്യവും കണക്കിലെടുത്ത് CS സുജാത മത്സരിക്കട്ടെ എന്ന നിലയിലേക്ക് ഒരു 2 പേരെങ്കിലും 3 സീറ്റിലെങ്കിലും സ്ത്രീ പ്രാതിനിധ്യം വേണമെന്ന അഭിപ്രായം CPIM-നകത്തുണ്ട്. അത് നടക്കില്ല എങ്കിലും 2 മിനിമം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ കൊല്ലത്ത് CS സുജാതയ്ക്ക് സാധ്യത വളരെ വളരെ കൂടുതലാണ്. മറ്റൊന്ന് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ V ജോയ് തന്നെയായിരിക്കും മത്സരിക്കുക എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹമാണെങ്കിൽ അവിടെ അടൂർ പ്രകാശിന് കടുത്ത ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയും. എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയും. ആ മണ്ഡലത്തിലെ ഒരു MLA കൂടിയാണ്. അതോടൊപ്പം തന്നെ മണ്ഡലത്തിൽ ഏറെ സ്വീകാര്യനായ സ്ഥാനാർത്ഥി കൂടിയാണ് V ജോയ് എന്നതുകൊണ്ടും അദ്ദേഹത്തിന് വലിയ സാധ്യത അവിടെ ഉണ്ട്. പിന്നീട് ഇടുക്കി മണ്ഡലത്തിൽ ജോയ്സ് ജോർജ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. മുൻ MP ആണ്. LDFന്റെ മുൻ MP ജോയ്സ് ജോർജ് തന്നെയായിരിക്കും മത്സരിക്കുക എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. മലപ്പുറത്ത് VP സാനുവിന്റെ പേര് തന്നെയാണ് പരിഗണിക്കുന്നത്. ജയിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കുക എന്നതിനപ്പുറത്തേക്ക് വലിയ സാധ്യതയൊന്നും മലപ്പുറത്തില്ല. എന്നാൽ പൊന്നാനി അങ്ങനെയല്ല. പൊന്നാനിയിൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് പൊന്നാനി. അതുകൊണ്ട് ഒരു യുവമുഖം അവിടെ വേണം, ഒരു യുവ നേതാവ് അവിടെ വേണം എന്ന ചിന്ത CPM-നകത്തുണ്ട്. അതുകൊണ്ട് തന്നെ DYFയുടെ നേതാവ് V വസീഫിനെയാണ് പരിഗണിക്കുന്നത്. അതും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. മറ്റൊന്ന് ചാലക്കുടി മണ്ഡലമാണ്. ചാലക്കുടി മണ്ഡലത്തിൽ C രവീന്ദ്രനാഥിന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. C രവീന്ദ്രനാഥിനേക്കാളും കുറച്ചുകൂടി ഇടപെടാൻ കഴിയുന്ന, മണ്ഡലത്തിൽ സ്വാധീനമുള്ള ഒരാൾ വേണം, ഒരു സ്വതന്ത്ര മുഖം വേണം എന്ന അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാലക്കുടിയിലും അതോടൊപ്പം എറണാകുളം മണ്ഡലത്തിലും ഇതുവരെയും ഒരു അന്തിമ തീരുമാനത്തിൽ CPIM എത്തിയിട്ടില്ല. അത് 21-ന് ചേരുന്ന നേതൃയോഗത്തിൽ മാത്രമേ തീരുമാനമാകുകയുള്ളൂ എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഏതാണ്ട് സീറ്റുകളുടെ ഒരു ധാരണ ആയിട്ടുണ്ട് എങ്കിലും ഇത് അന്തിമമല്ല. 21-ന് മാത്രമേ അന്തിമ തീരുമാനം എടുക്കൂ. 27-നായിരിക്കും അത് പ്രഖ്യാപിക്കുക. ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന ഈ വാർത്തകളൊക്കെ ആ ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ച പേരുകൾ എന്നതിനപ്പുറത്തേക്ക് CPIM-ന്റെ സംസ്ഥാന നേതൃത്വം ഇത് അംഗീകരിച്ചിട്ടില്ല. പല ഘട്ടങ്ങളിലും ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും നിർദ്ദേശിക്കുന്ന പേർ അപ്പാടെ മാറി വന്ന എത്രയോ ചരിത്രങ്ങൾ CPIM-ന്റെ മുന്നിലുണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് അന്തിമമല്ല എന്ന കാര്യം സംശയമേ വേണ്ട. ഇതിൽ മാറ്റം വരും. മാറ്റം വരാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഒന്ന് കാസർഗോഡാണ്, അതോടൊപ്പം തന്നെ കണ്ണൂരാണ്, അതോടൊപ്പം വടകരയാണ്. അങ്ങനെ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ള മണ്ഡലങ്ങളാണ് ഈ പറയുന്നത്. മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഏകദേശം ഒരു ധാരണ എത്തിയിട്ടുണ്ട്. കാരണം കാസർഗോഡും കണ്ണൂരും വടകരയും ഇത്തവണ ജയിച്ചേ തീരൂ എന്ന് CPM കണക്കുകൂട്ടുന്ന മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് ആലോചിച്ച് ചർച്ച ചെയ്തു മാത്രമേ അത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. അതാണ് CPM നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. ഈ പേരുകളൊന്നും അന്തിമമല്ല എന്ന കൃത്യമായും പറയുന്നുണ്ട് CPIM-ന്റെ മുതിർന്ന നേതാക്കൾ. കൂടുതൽ ചർച്ചകൾ ഇനിയും ഉണ്ടാകും. ആ ചർച്ചകൾക്ക് ശേഷം മാത്രമേ അന്തിമ തീരുമാനത്തിൽ എത്തുകയുള്ളൂ എന്നാണ് CPIM നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന പേരുകളൊന്നും അന്തിമമല്ല എന്ന് CPIM നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്.